ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ LDC 2024 എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനൊക്കെ എല്ലാവരും തുടങ്ങിയെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളും ഈ ചാനലിലൂടെ LDC പരീക്ഷയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് മലയാളം, കറൻറ്റ് അഫെയർ തുടങ്ങിയ സബ്ജക്റ്റുകളായിരിക്കും. നമുക്ക് ആദ്യം LDC പരീക്ഷയുടെ 2024 സിലബസ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് 100 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ശരിയായ ഉത്തരത്തിന് 1 മാർക്കും തെറ്റായ ഉത്തരത്തിന് 0.33 മാർക്ക് നഷ്ടവും. അതായത് 3 ക്വസ്റ്റ്യൻ തെറ്റിക്കുമ്പോൾ 1 മാർക്ക് പോകുന്ന രീതിയിലും. മൊത്തം 15 സബ്ജക്റ്റുകളാണുള്ളത്. മൊത്തം 75 മിനിറ്റ്സ് എക്സാമിൻ്റെ ഡ്യൂറേഷൻ. അപ്പം നമുക്ക് നോക്കാം, സബ്ജക്ട്സ് ഒന്ന് നോക്കാം. പൊതുവിജ്ഞാനത്തിന് 50 മാർക്കാണ്. പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? ചരിത്രം, ഭൂമിശാസ്ത്രം, ധനതത്വശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം, ഭരണവും ഭരണ സംവിധാനങ്ങളും, കല, കായികം, സാഹിത്യം, സംസ്കാരം, സുപ്രധാന നിയമങ്ങൾ. ഇവയിൽ നിന്നെല്ലാം 5 മാർക്ക് വീതമാണല്ലേ നമുക്കുള്ളത്. പിന്നീട് എന്താണ്? ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും 6 മാർക്ക്, ഭൗതികശാസ്ത്രവും രസതന്ത്രവും 3 മാർക്ക്, കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ 3 മാർക്ക് എന്നിവയാണ് പൊതുവിജ്ഞാനത്തിൽ ഉൾപ്പെടുന്നത്. പിന്നീട് എന്താണ്? ആനുകാലിക വിഷയങ്ങൾ, അതായത് കറൻറ്റ് അഫെയർസ് 20 മാർക്ക് അല്ലേ. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ തന്നെയാണ്. 20 മാർക്കാണ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ചാനൽ ഓൾറെഡി കറൻറ്റ് അഫെയർസിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. കോഡ് വെച്ചാണ് നമ്മൾ കറൻറ്റ് അഫെയർസ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോസ് ഞാൻ കമൻറ്റിൽ കൊടുത്തേക്കാം, ഒന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തത് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കാണ്. ജനറൽ ഇംഗ്ലീഷിന് 10 മാർക്കും പ്രാദേശിക ഭാഷ അതായത് മലയാളത്തിന് 10 മാർക്കുമാണ്. മൊത്തം 100 മാർക്കിനാണ് സിലബസ്. അപ്പോൾ നമുക്കിനി നോക്കാനുള്ളത് പ്രാദേശിക ഭാഷകൾ, അതായത് നമ്മുടെ മലയാളത്തിൻ്റെ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്, അതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നെല്ലാമാണ് നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത്. മലയാളം 10 മാർക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ ടോപ്പിക്സാണ് മലയാളത്തിൽ ഉൾപ്പെടുന്നത്. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീത പദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ, ഘടകപദം തുടങ്ങിയവയാണ് ടോപ്പിക്കുകൾ വരുന്നത്. എത്രയാണ്? ടോട്ടൽ 14 ടോപ്പിക്കുകൾ വരുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോ ടോപ്പിക്സായിട്ട് നമുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ ടോപ്പിക്ക് ഏതാണ്? പദശുദ്ധിയാണ് അല്ലേ. പദശുദ്ധിയിൽ നിന്ന് എങ്ങനെയാണ് കേരള PC പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്? നമുക്ക് ഓരോ സബ്ജക്റ്റിൽ നിന്നും ഓരോ ചോദ്യങ്ങൾ വെച്ച് എങ്ങനെയാണ് LDC പരീക്ഷകൾ ചോദ്യം വരുന്നത് എന്ന് നോക്കാം. പദശുദ്ധിയിൽ തന്നിരിക്കുന്ന ചോദ്യം, താഴെ കൊടുത്തവയിൽ ശരിയായ പദം ഏതെന്നാണ്. ഏതാണ്? ഓപ്ഷൻ എ. പുനർചിന്തയുടെ ഏതാണ് ശരിയായ പദം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണല്ലേ. പുനഃചിന്തയാണ് ആൻസറായിട്ട് വരുന്നത്. അടുത്തൊന്ന് നോക്കാം. അടുത്തത് വാക്യശുദ്ധി. അടുത്ത ടോപ്പിക്ക് വാക്യശുദ്ധി. ഓക്കെ, വാക്യശുദ്ധിയിലെ ഒരു ചോദ്യം നമുക്ക് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ വാക്യപ്രയോഗം ഏതാണ്? ഓപ്ഷൻ എ. ഇംഗ്ലീഷിനെന്ന പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഓപ്ഷൻ ബി. ഇംഗ്ലീഷിലും മലയാളത്തിലും തെറ്റുകൾ വരാം. ഓപ്ഷൻ സി. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിലും തെറ്റുകൾ വരാം. ഓപ്ഷൻ ഡി. ഇംഗ്ലീഷിലെ പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. ഇതിൽ ഏതാണ് തെറ്റായ വാക്യപ്രയോഗം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇംഗ്ലീഷിനെന്ന പോലെ മലയാളത്തിനും തെറ്റുകൾ വരാം. അതായത് ഇംഗ്ലീഷിന് എന്തോ തെറ്റ് വന്നു എന്ന പോലെയാണ് ഇവിടെ വാക്യം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ എ ആണ് തെറ്റായ വാക്യം. നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. പദശുദ്ധിയും വാക്യശുദ്ധിയുമാണ് നമ്മൾ നോക്കിയത്. അടുത്ത ടോപ്പിക്ക് പരിഭാഷയാണ്. പരിഭാഷ നമുക്ക് ചോദ്യം നോക്കാം. എങ്ങനെയാണ് പരിഭാഷയിലെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന വാക്യത്തിൻ്റെ ഏറ്റവും ഉചിതമായ മലയാള വാക്യം ഏതാണ്? ഓപ്ഷൻ എ. എന്തൊരു വൃത്തികെട്ട നഗരം. ഓപ്ഷൻ ബി. എത്ര വൃത്തികെട്ട നഗരം. ഓപ്ഷൻ സി. എന്തു വൃത്തികെട്ട നഗരം. ഓപ്ഷൻ ഡി. എങ്ങനെ വൃത്തികെട്ട നഗരം. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഇംഗ്ലീഷ് വാക്യത്തിൻ്റെ മലയാള തർജ്ജമയാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ. എന്തൊരു വൃത്തികെട്ട നഗരം. വാട്ട് എ ഡേർട്ടി സിറ്റി എന്ന് പറയുമ്പോൾ എന്തൊരു വൃത്തികെട്ട നഗരം. ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് ഒറ്റപ്പദമാണ്. ഒറ്റപ്പദത്തിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ്? അതിജാതൻ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു ഒറ്റപ്പദം തന്നിട്ട് അതിൻ്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ. അധികമായി ജയങ്ങൾ നേടുന്നവൻ. ഓപ്ഷൻ ബി. ആദ്യം ജനിക്കുന്നവൻ. ഓപ്ഷൻ സി. മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവൻ. ഓപ്ഷൻ ഡി. ചീത്തപുത്രൻ. എന്താണ് ഇതിൽ ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ്. മാതാപിതാക്കന്മാരെ അതിശയിപ്പിക്കുന്ന ഗുണങ്ങളുള്ളവനാണ് അതിജാതൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത
ടോപ്പിക്ക് നോക്കാം. പര്യായം അല്ലേ, പര്യായം. ഇവിടെ ചോദ്യം കേരള PSC നേരിട്ട് തന്നെ ചോദ്യം ചോദിച്ചിരിക്കുകയാണ്. സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്, അല്ലെങ്കിൽ നേരെ ഓപ്പോസിറ്റും ചോദിക്കാം, സൂര്യൻ്റെ പര്യായ പദം ഏത് എന്ന് ചോദിക്കാം. ഇവിടെ ചോദ്യം സൂര്യൻ്റെ പര്യായ പദമല്ലാത്തത് ഏത്. ഓപ്ഷൻ എ ആദിത്യൻ, ഓപ്ഷൻ ബി അരുണൻ, ഓപ്ഷൻ സി സോമൻ, ഓപ്ഷൻ ഡി ആര്യമാവ്. ഇവിടെ നമുക്കറിയാം ആദിത്യൻ, അരുണൻ, ആര്യമാവ് എന്നെല്ലാം പറയുന്നത് സൂര്യൻ്റെ പര്യായ പദമാണല്ലോ. അപ്പോൾ സോമൻ എന്താണ്, ചന്ദ്രൻ്റെ ആണല്ലേ, ചന്ദ്രൻ്റെ പര്യായ പദമാണ് സോമൻ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓപ്ഷൻ സി സോമനാണ് സൂര്യൻ്റെ പര്യായ പദം അല്ലാത്തത്. അടുത്ത ടോപ്പിക്ക് വിപരീത പദമാണ്. എങ്ങനെയാണ് PSCയുടെ ചോദ്യം കാണാം. വിപരീത പദം കണ്ടെത്തുക. ആരോഹണം. ഓപ്ഷൻ എ അനാവരണം, ഓപ്ഷൻ ബി അനാച്ഛാദനം, ഓപ്ഷൻ സി അവരോഹണം, ഓപ്ഷൻ ഡി അപഹരണം. ഇവിടെ എന്താണ്, അവരോഹണമാണ് അല്ലേ. നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് ആരോഹണം, അവരോഹണം എന്നുള്ളത് ഓപ്പോസിറ്റാണെന്ന് നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്ക് നോക്കാം. എന്താണ്, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ. ഒരു ശൈലി, ഒരു മലയാള ശൈലി തന്നിരിക്കുകയാണ്. എന്താണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് മലയാള ശൈലിയുടെ ഇംഗ്ലീഷ് പ്രയോഗമേത്. അപ്പോൾ ഇത് ശൈലി അല്ലെങ്കിൽ പഴഞ്ചൊല്ല് മാത്രമല്ല, എന്താണ്, തർജ്ജമ കൂടി ചേർത്ത ഒരു ചോദ്യമാണ്, അല്ലെങ്കിൽ പരിഭാഷ കൂടി ചേർത്ത ഒരു ചോദ്യമാണ്. ഓപ്ഷൻ എ ഗ്ലിറ്ററിങ്സ് ഓൾ ആർ നോട്ട് ഗോൾഡ്, ഓപ്ഷൻ ബി ഓൾ ഗ്ലിറ്ററിങ്സ് ആർ നോട്ട് ഗോൾഡ്, ഓപ്ഷൻ സി നോട്ട് ഗോൾഡ് ഓൾ ആർ ഗ്ലിറ്ററിങ്സ്, ഓപ്ഷൻ ഡി ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. ഇവിടെ എന്താണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ഡി ആണല്ലേ, ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്നുള്ളതാണ് ശരിയായ മലയാള ശൈലിയുടെ തർജ്ജമ. എന്താണ്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്നുള്ളത് ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ്. അടുത്തത് നോക്കാം. സമാന പദത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. അളവ് എന്നർത്ഥം വരുന്ന പദമേതാണ്. ഓപ്ഷൻ എ പരിണാമം, ഓപ്ഷൻ ബി പരിമാണം, ഓപ്ഷൻ സി പരിണതം, ഓപ്ഷൻ ഡി പരിമളം. ഇവിടെ നമുക്ക് ഉത്തരം അറിയില്ലെങ്കിൽ പോലും മലയാളത്തിലെ പല ചോദ്യങ്ങൾക്കും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഡിലീഷൻ മെത്തേഡ്. നമുക്കിവിടെ ഒന്ന് ഡിലീഷൻ മെത്തേഡ് യൂസ് ചെയ്ത് നോക്കാം. ഓപ്ഷൻ എ പരിണാമം എന്ന് പറഞ്ഞാൽ എന്താ, ഡാർവിൻ്റെ പരിണാമം, മനുഷ്യൻ്റെ പരിണാമം എന്നൊക്കെ പറയുമ്പോൾ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മാറ്റമാണല്ലേ. അപ്പോൾ അതാണോ, അല്ല. ഓപ്ഷൻ സി എന്താണ്, പരിണതം, പരിണത ഫലം നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലേ. ഓപ്ഷൻ ഡി എന്താണ്, പരിമളം, എന്താണ്, സുഗന്ധമാണ് അല്ലേ, പൂക്കളുടെ പരിമളം എന്നെല്ലാം കേട്ടില്ലേ. അപ്പോൾ ഓപ്ഷൻ ബി പരിമാണമാണ് ഉത്തരം. ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അല്ലെങ്കിൽ എന്താണ്, ഓപ്ഷൻ ബി തന്നെയാണ്, പരിമാണമാണ് ഇവിടെ ഉത്തരമായി വരുന്നത്. നമുക്ക് നോക്കാം അടുത്ത ടോപ്പിക് എന്താണ്. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും LDC അല്ലെങ്കിൽ 10th ലെവലുള്ള മാതൃകയിൽ കേരള PSC നടത്തിയ എക്സാമുകളുടെ PYQ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ നിന്നും വ്യക്തമായി തന്നെ കേരള PSC എങ്ങനെയാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ PYQ എടുത്തിരിക്കുന്നത്. അടുത്ത ടോപ്പിക്ക് ചേർത്തെഴുതുക എന്നുള്ളതാണ്. ചോദ്യം ഇവിടെ കൊടുത്തിരിക്കുന്നത് നേരിട്ട് ചേർത്തെഴുതുക. മഹത് പ്ലസ് ചരിതം എന്നുള്ളതാണ്. എന്താണ്, ഓപ്ഷൻ എ മഹച്ചരിതം, ഓപ്ഷൻ ബി മഹശ്ചരിതം, ഓപ്ഷൻ സി മഹാശ്ചരിതം, ഓപ്ഷൻ ഡി മഹതചരിതം. ഇവിടെ എന്താണ് ആൻസർ വരുന്നത്, എന്താണ്, മഹച്ചരിതമാണല്ലേ. ഓപ്ഷൻ എ ആണ് ഇവിടെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ എ മഹച്ചരിതം. ഇത് നേരെ തിരിച്ചും ചോദിക്കുക കേട്ടോ. ചേർത്തെഴുതുക എന്നുള്ളത് പിരിച്ചെഴുതുക എന്നും ചോദിക്കാം. മഹച്ചരിതം പിരിച്ചെഴുതിയാൽ എന്ന് ചോദിച്ചിട്ട് മഹത് പ്ലസ് ചരിതം, മഹാ പ്ലസ് ചരിതം, അങ്ങനെ ചോദ്യം നേരെ ഓപ്പോസിറ്റും ചോദിച്ചേക്കാം. അപ്പോൾ അടുത്ത ടോപ്പിക്ക് നോക്കാം. അടുത്ത ടോപ്പിക്ക് എന്താണ്, സ്ത്രീലിംഗത്തിൽ നിന്നുള്ള ചോദ്യമാണ്. സ്ത്രീലിംഗത്തിൽ നിന്ന് എങ്ങനെയാണ് കേരള PSC ചോദ്യം ചോദിക്കുന്നത്. വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപമാണ്. ഓപ്ഷൻ എ ഋഷി, ഓപ്ഷൻ ബി വിദുഷി, ഓപ്ഷൻ സി കേമൻ, ഓപ്ഷൻ ഡി ശാന്തൻ. എന്താണ്, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്താണ്, വിദ്വാൻ, വിദുഷി നമ്മൾ പഠിക്കുന്നതാണ് അല്ലേ. സ്ത്രീലിംഗം അല്ലെങ്കിൽ പുല്ലിംഗം, സ്ത്രീലിംഗം പുല്ലിംഗം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതൊന്നെങ്കിൽ ഒരു പദം തന്നിട്ട് സ്ത്രീലിംഗം ചോദിച്ചേക്കാം. അപ്പോൾ എന്താണ്, വിദ്വാൻ എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗം എന്ന് പറയുന്നത് വിദുഷിയാണ് അല്ലേ. മാത്രമല്ല ഇവിടെ നോക്കൂ, ഋഷി, കേമൻ, ശാന്തൻ എന്നെല്ലാം പറയുന്നത് സ്ത്രീലിംഗമാണോ, അല്ല, പുല്ലിംഗമാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ബി മാത്രമാണ് ഇവിടെ ഉത്തരമായി വരാവുന്നത്. ഓപ്ഷൻ ബി വിദുഷി. അടുത്ത ടോപ്പിക്ക് ഏതാണ്, പുല്ലിംഗം. നമുക്ക് ഒരേ ഏരിയയിൽ നിന്ന് വരുന്ന രണ്ട് ചോദ്യങ്ങളാണ് സ്ത്രീലിംഗവും പുല്ലിംഗവും. ഒന്നെങ്കിൽ ഒരു സ്ത്രീലിംഗം തന്നിട്ട് അതിൻ്റെ പുല്ലിംഗം ചോദിക്കാം, അല്ലെങ്കിൽ പുല്ലിംഗം തന്നിട്ട് അതിൻ്റെ സ്ത്രീലിംഗം ചോദിക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച് വരട്ടെ എന്ന് കരുതിയിട്ട് നേരിട്ടല്ല ചോദിച്ചിരിക്കുന്നത്. 4 വേർഡ്സ് തന്നിട്ട് അതിൽ നിന്നും പുല്ലിംഗ ശബ്ദം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ നങ്ങ്യാർ, ഓപ്ഷൻ ബി മഹാൻ, ഓപ്ഷൻ സി പൃഥ്വി, ഓപ്ഷൻ ഡി ബ്രാഹ്മണി. ഇതിൽ നിന്നും പുല്ലിംഗ ശബ്ദം തിരിച്ചറിയുക എന്നാണ് ചോദ്യം.
അപ്പോൾ നമുക്കറിയാം നങ്ങ്യാർ, പൃഥ്വി, ബ്രാഹ്മണി എന്നെല്ലാം പറയുന്നത് എന്താണ്? സ്ത്രീലിംഗമാണ് അല്ലേ, സ്ത്രീലിംഗ ശബ്ദമാണ്. ഓപ്ഷൻ ബി എന്ന് പറയുന്നത് മഹാൻ എന്ന് പറയുന്നത് എന്താണ്? പുല്ലിംഗവുമാണ്. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് ബി ആണ് ഉത്തരം. അടുത്ത ടോപ്പിക്ക് വചനം ആണ്. വചനത്തിൽ നിന്നുള്ള ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ബഹുവചനമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഭാഗവതർ, ഓപ്ഷൻ ബി മർത്യർ, ഓപ്ഷൻ സി സമർത്ഥർ, ഓപ്ഷൻ ഡി ആസ്വാദകർ. ഇതിലേതാണ് ബഹുവചനമല്ലാത്തത്? ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഭാഗവതർ എന്ന് പറയുന്നത് ബഹുവചനമാണോ? അല്ല അല്ലേ, എന്താണ്? പൂജകവചനമാണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ എന്നുള്ളതാണ് നമ്മുടെ ഉത്തരം. മർത്യർ എന്ന് പറയുന്നതും സമർത്ഥർ എന്ന് പറയുന്നതും ആസ്വാദകർ എന്ന് പറയുന്നതും എല്ലാം എന്താണ്? ബഹുവചനങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏകവചനം, ദ്വിവചനം, ബഹുവചനം ഈ സാധനങ്ങളെല്ലാം നമ്മൾ ഈ ടോപ്പിക്ക് എത്തുമ്പോൾ പഠിക്കുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് ഏതൊക്കെ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്ന് മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ ബഹുവചനമല്ലാത്തത് ഓപ്ഷൻ എ ഭാഗവതർ. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ടോപ്പിക്ക് പിരിച്ചെഴുതലാണ്. പിരിച്ചെഴുതലിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്? രാവിലെ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ എ രാവിൽ പ്ലസ് എ, ഓപ്ഷൻ ബി രാവ് പ്ലസ് ലേ, ഓപ്ഷൻ സി രാവ് പ്ലസ് എ, ഓപ്ഷൻ ഡി രാവിൽ പ്ലസ് ലേ. ഇതിലേതാണ് ഉത്തരം? ഇതിൻ്റെ ഉത്തരം ഞാൻ പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അറിയെങ്കിലും ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നമ്മളിതെല്ലാം ഓരോ ടോപ്പിക്കായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് വരും ദിവസങ്ങളിൽ നമ്മൾ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഇപ്പോൾ നമ്മളിവിടെ 14 ടോപ്പിക്കുകൾ നോക്കിയല്ലേ. പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ, ഒറ്റപ്പദം, പര്യായം, വിപരീതപദം, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, സമാനപദം, ചേർത്തെഴുതുക, സ്ത്രീലിംഗം, പുല്ലിംഗം, വചനം, പിരിച്ചെഴുതൽ. മൊത്തം 14 ഇല്ല 13 അല്ലേ. 14ാമത്തേതാണ് ഘടകപദമാണ്. ഘടകപദത്തിൽ നിന്നുള്ള ചോദ്യം ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. ഘടകപദം എന്ന് പറയുമ്പോൾ ജസ്റ്റ് 2 വാക്യങ്ങൾ നിന്നിട്ട് ചേർത്തെഴുതാൻ പറയുന്ന അങ്ങനത്തെ ചോദ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ ആ ടോപ്പിക്ക് വരുന്ന സമയത്ത് അത് കൂടുതലായിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ 14ാമത്തെ ടോപ്പിക്കായ ഘടകപദം കൂടി നമുക്ക് നോക്കാനുണ്ട്. അപ്പോൾ ഇത്രയുമാണ് കേരള PSCയിൽ മലയാളം എന്ന പോർഷനിൽ വരുന്ന ടോപ്പിക്സ്, അല്ലെങ്കിൽ സിലബസിൽ വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത് എന്നെല്ലാം നിങ്ങൾക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണും. അപ്പോൾ നമ്മൾ അടുത്ത ദിവസം മുതൽ നമ്മൾ LDCയുടെ മലയാളം ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോൾ ക്ലാസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സെല്ലാം ഓൾറെഡി നമ്മുടെ ചാനലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക എങ്ങനെയുണ്ട്. ഇതുവരെ എടുത്തിരിക്കുന്നതെല്ലാം കോഡുകൾ ഉപയോഗിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ നമുക്ക് വരും ക്ലാസ്സുകളിൽ കാണാം, വീണ്ടും കാണാം. താങ്ക്